KG സൈമൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വടകരയിലെ SP ആയിട്ടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത്. ഗുഡ് മോർണിംഗ് ശ്രീ KG സൈമൺ. യഥാർത്ഥത്തിൽ താങ്കളുടെ മനസ്സിൽ ഈ കല്ലറ പൊളിച്ചതിൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നടുവിലായിരുന്നു കൂടത്തായിൽ കല്ലറ പൊളിച്ചു. ഇപ്പോൾ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയെ പുറത്തെടുക്കാൻ വേണ്ടി കല്ലറ പൊളിച്ചിരിക്കുന്നു. കോടതിയുടെ അനുവാദം കൂടി, മൗന അനുവാദം കൂടി അതിനുണ്ടായിരുന്നു. KG സൈമൺ, ഈ ഒരു നീക്കത്തെക്കുറിച്ച് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ താങ്കൾ എന്താണ് പറയുന്നത്? ഗുഡ് മോർണിംഗ്. എനിക്ക് പറയാനായിട്ടുള്ളത് വളരെ ഇത് പോലീസ് നല്ലപോലെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം ചെന്നപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പം പല ആൾക്കാരും തോന്നി എന്തിനാണ് എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എങ്കിൽ പോലും വളരെ ഭദ്രമായ രീതിയിൽ നീക്കങ്ങൾ ചെയ്തു. ഇപ്പം എന്തായാലും കല്ലറ പൊളിച്ചു. അതിൽ വളരെ പോലീസ് സംബന്ധിച്ച് വളരെ അഭിമാനിക്കാനല്ല, പോലീസ് സംബന്ധിച്ച് അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും കളക്ടറും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിശ്വാസവും എല്ലാം അങ്ങനെ നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ നിയമം അനുസരിച്ചുള്ള കാര്യം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് കാര്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ആൾക്കാർ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിയമത്തെ നമ്മൾ അനുകൂലിക്കണം. നിയമത്തിന്റെ കീഴിൽ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നീക്കം ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യാനേ പറ്റുകയുള്ളൂ പോലീസിനും. അതുപോലെ തന്നെ ഈ വിശ്വാസവും സമുദായവും ഒക്കെ കൂട്ടിക്കലർത്തി ആളുകൾ എതിർപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അവസാനം അവർ ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതി തന്നെ യഥാർത്ഥ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചത് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയും അവസാനം കോടതിയുടെ മൗന അനുവാദത്തോടെ തന്നെ അവിടെ ഈ കല്ലറ പൊളിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനേക്കാളും അപകടം പിടിച്ചൊരു കല്ലറ പൊളിക്കലാണ് താങ്കളുടെ സർവീസ് ജീവിതത്തിൽ നടത്തിയത്. അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ താങ്കൾ കുറച്ചുകൂടി ഒരു വിശ്വാസങ്ങളുടെ നടുവിൽ നിന്നായിരുന്നു. വളരെ ക്രൈസിസ് ആയിരുന്നല്ലോ അത്. തീർച്ചയായിട്ടും ടെൻഷൻ പിടിച്ച ഒരു നടപടിയായിരുന്നു. ഇന്ന് വിരമിച്ച് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് താങ്കൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നത്? അതിനെക്കുറിച്ച് ഓർക്കുന്നത് അത് സത്യമാണ്. 6 കല്ലറയാണ് അന്ന് ഒരു ദിവസം അടുപ്പിച്ച് ഞങ്ങൾ പൊളിക്കുന്നത്. അപ്പൊ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു സഭയുടെയാണ് കല്ലറകൾ പൊളിക്കുന്നത്. ഒരു ദിവസം പോയി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വളരെ കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയാണ് തന്നെയാണ് ഞങ്ങൾ പോയത്. ആദ്യം തന്നെ ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് പോയി DGP കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവരൊന്നും ഇതിനകത്ത് ബന്ധപ്പെടത്തില്ല. മുഖ്യമന്ത്രി ഓഫീസും തന്നെ ഇതിനകത്ത് യാതൊരു വിഷയത്തിലും ബന്ധപ്പെടുന്ന വെച്ചാൽ അവർക്ക് നിയമത്തിന് വഴിക്ക് പോകാമെന്ന് മാത്രമേ. എങ്കിൽ പോലും നമ്മൾ പറയാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മേലധിക ബിഷപ്പ് അല്ലെങ്കിൽ അച്ഛനെയൊക്കെ ഞങ്ങൾ തലേദിവസം പോയി കണ്ടു. അതാദ്യം തന്നെ നമ്മുടെ സ്റ്റാഫ് പോയി കണ്ടിട്ട് രഹസ്യമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിനുശേഷം ഞാൻ തന്നെ വിളിച്ചിട്ട് പിന്നെ ചോദിച്ചു, എന്തെങ്കിലും നടപടിക്രമങ്ങൾ വല്ലതും ഉണ്ടോ, എനിക്ക് പ്രാർത്ഥനയോ എന്തെങ്കിലും കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാം, ഞങ്ങൾക്ക് ഏതായാലും കല്ലറ പൊളിച്ചേ പറ്റുള്ളൂ. അവർ പറഞ്ഞാൽ പൊളിക്കാതിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു പൊളിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ തന്നെ നിൽക്കുകയാണ്. അത് ദേഷ്യപ്പെട്ടൊന്നുമല്ല, വളരെ മാന്യമായി തന്നെ. പക്ഷെ അവർ വളരെ ഭംഗിയായ രീതിയിൽ ഞങ്ങൾ സഹകരിച്ചെന്നുള്ളതാണ്. ഇവർ 2 സഭക്കാരും 2 അച്ഛന്മാരും അവരുടെ ആൾക്കാരും പിന്നീട് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് സഹകരിച്ചെന്നുള്ളതാണ് അതിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷപൂർവ്വം നടപ്പിലാക്കി. ഒരു വെളുപ്പിന് 3 മണിക്ക് യഥാർത്ഥത്തിൽ KG സൈമൺ കല്ലറ പൊളിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നു. താങ്കൾ ഒരുപക്ഷെ ഊഹിക്കുന്നതിനും അപ്പുറമായിരിക്കും അത്. കൂടത്തായി എന്നുള്ള പരമ്പരയുടെ തിരക്കഥ എഴുതുന്നതിനിടയിൽ ഈ കല്ലറ പൊളിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എങ്ങനെയായിരിക്കും ഈ കല്ലറ പൊളിക്കുന്നതിനുണ്ടായ പ്രതിഷേധങ്ങൾ, ഇങ്ങനെയൊക്കെ ആലോചിച്ചു. അപ്പോൾ താങ്കളെടുത്ത ധീരമായ ഒരു നടപടിയായിരുന്നു അതെന്ന് ഞാൻ ഏതാണ്ട് ഒരു 3 മിനിറ്റിന് മുമ്പ് അകത്ത് തന്നെ തിരിച്ചറിഞ്ഞു. കാരണം വിശ്വാസങ്ങളും നിയമവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് നിയമത്തിൻ്റെ വഴിയെ മാത്രമേ നടക്കാൻ കഴിയൂ. ഒരിക്കൽ കൂടി അത് നെയ്യാറ്റിങ്കരയിലെ ഗോപൻ സ്വാമിയുടെ ഈ സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു മർഡറിൻ്റെ അംശം ഇതിലുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അവസാനം പോലീസ് കണ്ടെത്തിയേ പറ്റൂ. ശ്രീ സൈമൺ. അതെ, അതായത് ഞാൻ പറയുന്നത് ഇതിപ്പോ കുടുംബക്കാരുടെ ഉത്തരവാദിത്വമായിരുന്നു. ഇങ്ങനെ പോലീസിന്റെ അല്ല, കുടുംബക്കാരുടെ തന്നെ ഉത്തരവാദിത്വമാണ്. എന്റെ പിതാവിന് മരിച്ചിട്ടുണ്ട്, അവര് യാതൊരു പ്രശ്നമില്ല, ചെയ്യട്ടെ എന്ന് അവരെന്നെ പറയേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഏത് സംഘടനക്കാർ വന്നാലും ആ സംഘടനക്കാരെ പോലും ഇവർ അറിയിച്ചില്ലെന്നുള്ളതാണ് സത്യം. അത് പിന്നെ അതിന്റെ വിശ്വാസത്തിന് പുറത്ത് മാത്രമാണ് അവർ പിന്നെ ഇച്ചിരി സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അവരെല്ലാം മാറി. അവരെല്ലാം അന്നും ഇന്നും പറയുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് അവർ അന്നും പറയുന്നുണ്ട്. ഞാൻ കേട്ടതാണ്.
ഈ പറഞ്ഞ സംഘടനകളെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾ നിയമത്തിന് അനുകൂലിച്ച് ഞങ്ങൾ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഒരു വിശ്വാസം എടുത്ത് വരുന്നതുകൊണ്ടാണ് അവർ അല്പമെങ്കിലും കൂടുന്നത്. പക്ഷേ ഇവരധികം ചെയ്യേണ്ടതായിരുന്നു. ഇവർക്ക് ഈ പറയുന്ന വിശ്വസിക്കുന്ന വിശ്വാസികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഇവരായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലുണ്ട്, ഇവരോടൊക്കെ പറഞ്ഞാൽ മതി ഇങ്ങനെ ഞങ്ങൾ മാത്രം ചെയ്യാൻ പാടുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൗൺസിൽ വേറെ ആരും പറയരുതെന്ന് പറഞ്ഞാൽ അവർ പറയത്തില്ല. ഇവരാരും പറയത്തില്ല. അവർ തന്നെ പോലീസിനോട് പറയും, അല്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കും, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കും. ഇതിന് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പോലീസ് വേണ്ട നടപടി തന്നെ ചെയ്തു കൊടുക്കും വേണമെന്നുണ്ടെങ്കിൽ. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ. പോലീസിന് വന്ന് അവിടെ നിന്ന് ഇതെങ്ങനെ അവർക്ക് കൊണ്ടിട്ട് ആരും അങ്ങനെ വന്നേക്കരുത്, അവർ ചെയ്യാണ്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ വേണേൽ പോലീസ് ഡോക്ടറെ കാണിച്ചത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ എന്താണെങ്കിലും അത് മറ്റ് ഡോക്ടേഴ്സ് വരേണ്ടി വന്നില്ലേ, അത് ഡെഡ് ബോഡി പുറത്തെടുക്കേണ്ടി വന്നില്ലേ. അപ്പൊ ഇതൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നമ്മളെക്കാൾ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കുടുംബത്തിലുള്ള അമ്മയ്ക്കും മറ്റുള്ള സഹോദരന്മാർക്കുമാണ് വേണ്ടിയിരുന്നത്. കാരണം ഞങ്ങളുടെ അച്ഛനെ പറ്റി ഒരു പരാതി ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞങ്ങളെ സംശയിക്കുന്നുണ്ട് ആൾക്കാർ, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അത് ചെയ്യണം എന്ന് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിനും പരിഹാരക്രിയ ഉണ്ടെന്നാണ് ഇനി എന്റെ വിശ്വാസം. ഇപ്പം ഈ ഹിന്ദുമതത്തിന്റെ പരിഹാരക്രിയ ഉണ്ടെന്നുള്ളതാണ് എന്നോട് പലരും പറയുന്നത്. ഇപ്പം മരണം ഉണ്ടായി തന്നെയും എങ്ങനെ മരിച്ചാലും അല്ലെങ്കിൽ അതിനുശേഷം ഡെഡ് ബോഡി എടുത്താലും ഒരു പരിഹാരക്രിയ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല, എങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഒരു പരിഹാരക്രിയ ഇല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഓക്കെ. താങ്ക് യു ശ്രീ കെ ജി സൈമൺ. കൂടത്തായിൽ സീരിയൽ കില്ലിങ്ങിൻ്റെ കാലഘട്ടത്തിൽ 6 കല്ലറകൾ ഒന്നിച്ചൊരു ദിവസം പരിശോധിക്കാൻ തീരുമാനിച്ച പോലീസ് ഓഫീസറാണ് കെ ജി സൈമൺ. അദ്ദേഹം അന്ന് വടകരയിൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്നു. ഈ നെയ്യാറ്റിൻകരയിലെ ഈ കല്ലറ പൊളിക്കൽ സംഭവവുമായി ബന്ധപ്പെടുമ്പോൾ അതിനേക്കാളും വലിയ കല്ലറ പൊളിക്കലാണ് കൂടത്തായിൽ നടന്നത്.